അപ്പൊ എല്ലാവരും പേരെഴുതി തന്ന സ്ഥിതിക്ക് ഇനി വായിക്കാം. ആരുടെ ആദ്യം വായിക്കേണ്ടത്? എന്റെ അമ്മ എഴുതി തന്നെ വായിക്കാം അല്ലേ? എന്തായാലും പങ്കിയാമം പറഞ്ഞ പേരുകൾ നമ്മൾ റിജക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോ അതേപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയണത്? അത് റിജക്ട് ചെയ്തല്ലോ, അതെനിക്ക് മനസ്സിലായി. ഇനി അത് വായിക്കണ്ടായിരുന്നേ. അല്ല, കാര്യങ്ങൾ ജനാധിപത്യപരമാകുമ്പോ അതൊക്കെ പറയണം. ജനാധിപത്യപരമായിട്ട് അത് എടുത്ത് പറയണമെന്നൊന്നുമില്ല. ആ പേര് കിട്ടിയത് അങ്ങോട്ട് വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പേര് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നല്ലത് വായിക്കാൻ പറ്റില്ല എന്നാണല്ലോ. എന്താ? അല്ല, ഒന്നുമില്ല. അത് അമ്മാവനെ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. പേര് ഇഷ്ടപ്പെടാത്തോണ്ട് തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത്. അതന്നെ ആയിക്കോട്ടെ. നല്ലത് വായിക്കാൻ പറ്റുമോ? എന്താ ഈ പറയുന്നത്? ഞാൻ പറയട്ടെ. അപ്പൊ എല്ലാവരും നാമനിർദ്ദേശ പട്ടിക തന്ന സ്ഥിതിക്ക് ആദ്യമായി നമ്മുടെ അമ്മ എഴുതിയ പേരുകൾ ഞാൻ വായിക്കുകയാണ്. പേര് വായിക്കലിലേക്ക് കടക്കാം. അരവിന്ദ്, അശ്വന്ത്, അഭിജിത്ത്, അജീഷ്, അമല്. അവലല്ല, അമൽ. എന്ത് പേരാമിത്? എന്താ കുഴപ്പം? നല്ല പേരല്ലേ, നല്ല പുതുമയില്ലേ? പിന്നെ അമ്മേ, ഈ പേരൊന്നും വേണ്ടട്ടോ. ഇതിപ്പോ ഈ അനന്തൻ, അമ്പിളി, അപ്പുണ്ണി എന്നുള്ള പേരിന് എന്താ വ്യത്യാസം? ഒക്കെ പഴഞ്ഞ പേരാ. എടാ, എന്താടാ കുഴപ്പം? എല്ലാം ആ വെച്ചല്ലേ തുടങ്ങണത്. എടാ അപ്പുണ്ണി, ആ വെച്ച് പേരിട്ട് സ്കൂളിൽ പേര് വിളിക്കുമ്പോ ആദ്യം വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഞാൻ കുറെ അനുഭവിച്ചതാ. എല്ലാത്തിനും ആദ്യം വിളിക്കും ടീച്ചർമാര്. പരീക്ഷ പേപ്പർ കിട്ടുമ്പോ അതും കൊണ്ടുത്തരും ആദ്യം. അതിനകത്തൊക്കെ കോഴിമുട്ടയായിരിക്കും, അതിന് നല്ല കിട്ടും. അതെ, എന്റെ കുട്ടിയുടെ പേര് ആദ്യം ഇടണ്ട, അവസാനം വന്നാൽ മതി. പറഞ്ഞ പോലെ അങ്ങനെ എല്ലായിടത്തും ആദ്യം നമ്മുടെ പേര് വിളിക്കുന്ന അത്ര ഗുണമുള്ള കാര്യമല്ല. അതെന്താ ഭംഗിയെ? ഇപ്പൊ ഗൾഫിലും നമുക്ക് ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് എന്തെങ്കിലും തെറ്റ് പറ്റി അവര് തല കെട്ടാൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ പേരെ വിളിക്കും. അവളെ ഉറപ്പിച്ചിരിക്കട്ടെ അവന്റെ തല പോകുന്നത്. അതെ, അമ്മ എഴുതി തന്ന പേരുകൾ ഒന്നും കൊള്ളില്ല, അതുകൊണ്ട് റിജക്റ്റഡ്. എന്ത് പണിയാ കാണിച്ചത്? എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പേരൊക്കെ. ജനാധിപത്യപരമായിട്ടാ കാര്യങ്ങൾ പോണത്. ചൂടാവാനുള്ള അവകാശമില്ല. അപ്പൊ എന്റെ പേര് എത്ര നല്ല പേരുകളാണ് ഞാൻ ആലോചിച്ച് എഴുതിയത്. ഒക്കെ പറഞ്ഞില്ലേ? വേണ്ട പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ലോ. എന്നാലും അത് ചുരുട്ടി കൂട്ടി കളയണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇടായിരുന്നല്ലോ. ഇതെന്തോ ഉടുപ്പോ വേറെ കുട്ടികൾക്കിടാൻ? അതെ, സമയം കളയാനില്ല. ഇനി അപ്പച്ചിയുടെ പേരുകൾ വായിക്കാം. ഭാർഗവൻ, ശിവരാമൻ, ഗോപാലകൃഷ്ണൻ, സോമശേഖരൻ, ദിവാകരൻ. ഇതിപ്പോ അച്ഛന്റെ പഴയ നാടകത്തിലെ ആൾക്കാരെ വരുവലുണ്ട്. പഴയ സഹപാഠികളുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണോ? ആണെങ്കിൽ തന്നെ ഇപ്പൊ ഇതൊരു ഫാഷനായി തീർന്നിരിക്കുക. പഴയ പേരുകൾ എല്ലാരും ഇപ്പം പഴയ പേരായിടുന്നു. ആ ഫാഷൻ എന്റെ കുട്ടിക്ക് വേണ്ട, റിജക്റ്റഡ്. ജനാധിപത്യം 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 എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം. ഇവിടെ ബഹളം നടക്കില്ല. ഷാഹിൻ എഴുതിയ പേരുകളാണേ. വിജയ് ദേവരക്കൊണ്ട. ആരെ കൊണ്ടാണ്? അല്ലു അർജുൻ, ധനുഷ്, ഋത്തിക് റോഷൻ, ഉണ്ണി മുകുന്ദൻ. ആറാമതൊരു പേരും കൂടെ ഉണ്ടായിരുന്നു ചേച്ചി. പക്ഷെ 5 എണ്ണല്ലേ എഴുതാൻ പറ്റുള്ളൂ. മറ്റേതെന്റെ മനസ്സിലുണ്ട്. അതാരാ? ആസിഫ് അലി. അപ്പൊ പേരുകളിലും ക്യാമറ യൂണിറ്റ് ഒക്കെ എവിടെ ഏൽപ്പിക്കുന്നത്? അല്ല, മൊത്തം സിനിമാക്കാരാണല്ലോ. അതെ, സിനിമ നടന്മാരെ പേര് നിന്റെ കുട്ടിക്ക് വേണ്ട. ചേച്ചി എന്നെ ഉണ്ണിമൂന്നെ ചുരുട്ടുന്നേ. ഓടി കൊടുക്കും. ഉണ്ണിമൂന്നൊന്നും അങ്ങനെ ചുരുട്ടിയാ ചുരുളണ ആളല്ല. അതെ, ഇനി ഇപ്പൊ ഞാൻ എഴുതിയ പേരുകൾ വായിക്കാം. അത് ഞാൻ വായിക്കാം. എല്ലാരും കേട്ടോണേ. ഹിമാൻഷു. തൊണ്ടുള്ളതല്ലാത്തതാ. അമ്മാവാ, ഇത് അടക്കയുടെ വില നിലവാര പട്ടികയല്ല. ഞാൻ വായിക്കട്ടെ? വായിക്ക്. കനിഷ്ക്, യുവൻ, ഓജസ്, വേദാന്ത്. ആദ്യം പറഞ്ഞ പേരെന്താ? ഹിമാൻഷു. എന്റെ കുട്ടിക്ക് ചൈനയിലെ പേരാണ് ഇടണേ. അപ്പുണ്ണിയുടെ ഹിമാൻഷു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? ചന്ദ്രന്റെ തണുത്ത കിരണങ്ങൾ. ആർക്കറിയാ? അപ്പുണ്ണിയുടെ ഈ പേരൊക്കെ ഞാൻ ഇന്റർനെറ്റിൽ നോക്കി കഷ്ടപ്പെട്ട് എഴുതിയെടുത്തതാ. അതെ, ഇന്റർനെറ്റിലെ പേരൊന്നും നിന്റെ കുട്ടിക്ക് വേണ്ട. അമ്മാവ, ഇതിലും നല്ല പേര് എന്റെ സുഷ്കാന്താട്ടോ. ഞാൻ പറഞ്ഞില്ല. കുട്ടിയുടെ അച്ഛനും അമ്മയാണ്. നിങ്ങളുടെ പേരുകളിൽ നമ്മളൊരു തർക്കത്തിനും ഇല്ല. അപ്പൊ ഞാൻ എഴുതിയ പേരുകൾ നല്ല പേരാണ്, നല്ല അർത്ഥമുള്ള പേരാണ്. ആ പേര് റിജക്ട് ചെയ്തോ നീ? ഇല്ല, അങ്ങനെ റിജക്ട് ചെയ്യാൻ പറ്റില്ല. അത് റിജക്ട് ഞാനല്ലേ കുട്ടിയുടെ അമ്മ. അത് പറഞ്ഞിട്ട് എന്താ? അമ്മയ്ക്ക് ജനാധിപത്യം ഇല്ലേ? ഇല്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അപ്പൊ ഞാൻ വിളിച്ച മുയലിന് ഹിമാൻഷു എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അല്ലേ അമ്മ, ആ 5 പേരും കൂടെ കുഞ്ഞിനെ കിട്ടേ. അത് കളയി ഷൈന.
അപ്പൊ ഇനി എന്താ തീരുമാനം? അച്ഛാ, അച്ഛൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുക, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇപ്പോഴെങ്കിലും നിനക്കെന്നോട് ചോദിക്കാൻ തോന്നിയല്ലോടാ. ഞാനെങ്കിലും ചോദിച്ചില്ല, ഇവിടെ വേറെ ആരും ചോദിച്ചില്ലല്ലോ. എന്തായാലും ഈ കേൾക്കാത്ത പേരുകളും കേട്ട പേരുകളും കേട്ട സ്ഥിതിക്ക് ഞാനൊരു അഭിപ്രായം പറയാം. പറയാ തൽക്കാലം ധൃതി പിടിച്ച് കുഞ്ഞിന് പേരിടണ്ട. അല്ലല്ലേ, ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോ ഒരു പേര് വിളിക്കണ്ടേ? അല്ല, അത് വേണം. സ്കൂളിൽ ചേർക്കാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അളിയാ. അതുവരെ നമുക്ക് അവനെ എന്തെങ്കിലും വിളിപ്പേരൊക്കെ വിളിച്ചാ പോരായോ? കണ്ണാന്നോ, ഉണ്ണീന്നോ, പൊന്നെന്നോ, എന്നൊക്കെ വിളിച്ചാ പോരെ? മതി. അപ്പൊ അങ്ങനെ വിളിക്കുന്നതിനിടയിൽ എല്ലാരും കൂടെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പേര് വരും. മനസ്സിലായോ? അത് അധികം താമസിക്കാതെ കിട്ടുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആ സമയത്ത് കുഞ്ഞിന് പേരിട്ടാ പോരായോ? മതി. അല്ല, മതിയെന്ന് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താ, അത് പറയൂ. പുണ്യേട്ടന് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതാ. കുമാരിക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതാ. അപ്പൊ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ സമ്മതമായ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് തീരുമാനിക്കാം. തൽക്കാലം ഒരു വിളിപ്പേര്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വിളിപ്പേര്? അളിയാ പറയും. ഉണ്ണി. ഉണ്ണിക്കണ്ണൻ. അത് തരക്കേടില്ല. ഉണ്ണിക്കണ്ണൻ. അങ്ങനെ ആവുമ്പോ ഉണ്ണിന്നും വിളിക്കാം, കണ്ണാന്നും വിളിക്കാം, ഉണ്ണിക്കണ്ണാന്നും വിളിക്കാം. അവളെ കുമാരി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടച്ചാ. എടാ പുണ്ണി, നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? അത് മതി. മതി. സീതേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല പേര്. അപ്പൊ പേര് ഫിക്സ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സായിക്കോളൂ. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു പേരായ സ്ഥിതിക്ക് തൽക്കാലം പേരിടൽ ചടങ്ങ് മീറ്റിംഗ് പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവരും പിരിച്ചു പോയിക്കോളൂ. പിന്നെ അച്ഛനമ്മയും പോയിട്ട് കുട്ടിയുടെ ചെവിയിൽ ഈ പേരങ്ങോട്ട് വിളിച്ചോ. താൽക്കാലിക പേര് പറഞ്ഞോട്ടോ, താൽക്കാലിക പേര്. ശരി ശരി. അളിയാ, തൽക്കാലം ഈ പേര് പ്രശ്നം ഒന്ന് ഒതുങ്ങി കിട്ടിയെങ്കിലും ഏത് നിമിഷവും ഇത് തലപൊക്കി വരാൻ സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരുന്നു. അതെന്താളി, അന്ന് ജലസേചന വകുപ്പിലാണോ പണി? ചൂട് കൂടുതലടാ, ചെടിയൊക്കെ ഉണങ്ങും. ശരിയാ, നനയ്ക്കണം ഒക്കെ വാടി. അല്ല നോക്കിയമ്മ, ഞാൻ ആ വീട്ടുകാരോട് ഇപ്പൊ എന്താ പറയണ്ടേ? നിന്നോടിപ്പോ ഞാൻ എന്താ പറയണ്ടേ? എടാ, നിന്നോട് ഞാൻ ഏൽപ്പിച്ച കാര്യം എന്താ? ഒരാൾക്ക് താമസിക്കാനുള്ള ഒരു വീട് നോക്കാൻ പറഞ്ഞിട്ട് ഒരു കൂട്ടുകുടുംബത്തിന് താമസിക്കാനുള്ള വലിയൊരു വീട് അങ്ങോട്ട് ഏൽപ്പിച്ച അത് എവിടെന്നാ നടക്കുന്നത്? വങ്കിയമ്മാവാ, വലിയ വീടാകുമ്പോ വിശാലായിട്ട് നടക്കാലോ. ഇപ്പൊ സാറാമ്മന്റെ അച്ഛൻ, അമ്മ, ഭർത്താവിന്റെ അച്ഛൻ, ഭർത്താവിന്റെ അമ്മ, ഭർത്താവ്, കുട്ടികള്, ഇവരൊക്കെ വരുമ്പോ ഇവരൊക്കെ ഇവിടെ താമസിക്കും. ഇവർക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞ? എടാ, അവര് കല്യാണം കഴിച്ചിട്ടില്ല. സാറാമ്മ കല്യാണം കഴിച്ചില്ലേ? അല്ലേ, ഈ കല്യാണം കഴിക്കാത്ത ആൾക്കാരെല്ലാം കൂടി ഒരു പാർട്ടി ഉണ്ടാക്കിയതാണോ അപ്പൊ? അതേ, നീ ആവാക വിഷയങ്ങൾ വിട്ടെ. അപ്പൊ അത് വിട്, അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ആവശ്യം ഒരാൾക്ക് താമസിക്കാനുള്ളൊരു വീട്. നീ ഈ പറഞ്ഞ സൗകര്യങ്ങളുള്ളൊരു വീടൊക്കെ ശരിയാണ്, അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു വീടാകുമ്പോ ഈ വാടകയിൽ നിൽക്കുവോ? നല്ല വാടക കൊടുക്കേണ്ടി വരില്ലേ? വേണ്ടി വരും. വേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മളിപ്പോ കണ്ട വീട് എടുക്കുകയാണെങ്കിൽ 5 ബെഡ്റൂം ഉണ്ട്. ഒരു റൂമിൽ സാറാമ്മയ്ക്ക് താമസിക്കാം, ബാക്കി 4 ബെഡ്റൂം നമ്മൾ ഹോം സ്റ്റേ ആക്കുന്നു. അപ്പോൾ പാർട്ടിയുടെ പരിപാടി വരുമ്പോൾ ഫണ്ട് പിരിവ് എന്ന് പറഞ്ഞ നാട്ടുകാരെടുത്ത് തെണ്ടാനും പോവണ്ട, പാർട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന പാർട്ടി എന്നുള്ളൊരു പേരും കിട്ടും. എങ്ങനെയുണ്ട്? നീ ഇപ്പൊ പാർട്ടിക്ക് ബിസിനസ് ഉണ്ടാക്കേണ്ട പേരുണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ. അതിനുള്ള പേരുണ്ട്, അത്യാവശ്യം ഫണ്ടും പാർട്ടിയുടെ കയ്യിലുണ്ട്. അത് പാർട്ടി ചെയ്തോളും. ഞാൻ നിന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം എന്താ വെച്ചാൽ അത് ചെയ്യ്. എന്തോടെ പ്രശ്നം? ഒന്ന് പറയണ്ട അളിയാ, ഞാനേ ആ സാറാ മേഡത്തിന് വേണ്ടിട്ട് ഒരു വീട് അന്വേഷിക്കാൻ പറഞ്ഞു. അതിന്റെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. സാറാ മേഡം ഇപ്പൊ നമ്മുടെ മണ്ഡലം കേന്ദ്രീകരിച്ചാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അവർക്കൊരു സൗകര്യം കിട്ടിയത് നന്നായി. അതിനൊരു വീട് ഏൽപ്പിക്കാൻ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നിട്ട് വീട് വല്ലതും കിട്ടിയടാ? ജയപ്പെട്ടെ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട്, വന്ന് കാണിച്ചു തരണം. ഞാൻ കാണിച്ചു കൊടുക്കുന്ന വീടൊന്നും ഇഷ്ടാവുന്നില്ല അച്ഛാ.
നീ ആ ജാതി കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ ഒരാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകുടുംബം മുഴുവൻ ചെന്ന് താമസിക്കാനുള്ള വീടാണ് നീ കണ്ടുപിടിക്കണത് മുഴുവൻ. എന്നാ ബാക്കി മുറിയാൻ അടച്ചിട്ടാ പോലെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏടോ ഇത് കാശ് കൊടുക്കണ്ടേ ഇതിനുള്ളത്? പാർട്ടിക്ക് ഫണ്ടിട്ട് നിങ്ങളല്ലേ പറഞ്ഞപ്പോ? എന്തെന്നാ ഈ നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. അപ്പൊ പാർട്ടിക്ക് ഫണ്ടില്ലേ? പാർട്ടിക്ക് ഫണ്ടുണ്ടോ എന്തിനാ നീ അന്വേഷിക്കണേ? നിന്നോട് പറഞ്ഞതല്ലല്ലോ നീ ചെയ്യണേ ജമാലെ. ഇതൊരു കഷ്ടത് അളിയാ. ഈ സാറാ മേഡത്തിന് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പാർട്ടിയെ. അപ്പൊ അതൊന്നും എനിക്ക് നേരില്ലാത്ത കാരണം ഇയാളോട് വീട് അന്വേഷിക്കാൻ പറഞ്ഞതിന്റെയാണ് ഇപ്പൊ ഈ കേൾക്കണതേ. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പുറത്ത് ഒരു വിമൻസ് ഹോസ്റ്റൽ കാണണോടാ. സാറേ അവിടെ കൊണ്ട് താമസിപ്പിച്ചാ പോരായോ? എന്താ ഈ പറയണത്? ഇത്ര വലിയൊരു നേതാവിനെ അങ്ങനെ ഒരു ഹോസ്റ്റലിലൊക്കെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? എന്റെ അച്ഛ പഠിക്കുന്ന കുട്ടിയൊക്കെ എന്നെ ഇവിടെ ഹോസ്റ്റലിൽ കിട്ടാനില്ല. പിന്നെ 10-40 വയസ്സുള്ള സാറാമ്മ മേഡത്തിന് 40 വയസ്സൊന്നും ഇടോ, 35 വയസ്സുള്ളവർക്ക്. ആണോ? കണ്ടാലൊരു 40-45 തോന്നൂട്ടോ. തന്റെ തോന്നിക്കലൊക്കെ ഇത്തിരി അധികമാണല്ലോ. താനൊന്ന് കുറച്ച് തോന്നിക്കിയത് എനിക്ക്. ഒരു ചെറിയൊരു ഒറ്റമുറി, അതിന് ഒരു നല്ലൊരു ബാത്റൂം ഉണ്ടാവണം, ഇത്തിരി വൃത്തി ഉണ്ടാവണം, അങ്ങനെ ഒരു സ്ഥലം. അത് എവിടെയെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്കണ്ടേ ജമാലെ? ഓട് വേണോ അതോ വാർപ്പ് വേണോ? വൈക്കോല് മേഞ്ഞത് കിട്ടുമോ? നോക്കാം. ഏടോ തന്നോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വീട് എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് ആദ്യം അന്വേഷിക്കാം. അത് ഓടാണോ വാർപ്പാണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഇതൊന്ന് അന്വേഷിച്ച് നാട്ടിലൊന്ന് ഇറങ്ങുതാൻ. അത് പറ്റുമോ എനിക്ക്? അതെ, എന്തിനാ ഈ തന്നെ ഈ പണി ഏൽപ്പിക്കണമെന്ന് അറിയോ? ഈ നാട്ടിൽ വേറെ ബ്രോക്കർമാരില്ലാണ്ടല്ല. ഇതിന്റെ പേരിൽ ഒരു 10 രൂപ കിട്ടണമെങ്കിൽ അത് തനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയാണെ പങ്കം മാമ 2 ദിവസം ഞാൻ വീട് കണ്ടെത്തിയിരിക്കും. കട്ടായം പോരെ? 2 ദിവസങ്ങൾ കാത്തിക്ക്. അച്ഛാ ഞാൻ പോയിട്ട് വരാം. നീ എവിടെയെങ്കിലും നോക്കുന്നതാ നല്ലത് കേട്ടോ. ജമാല് ശരിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ചെയ്യ? ഇയാളോട് മറുപടി പറഞ്ഞിട്ടപ്പോ ഞാൻ തോറ്റത്. പാർട്ടിയാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക എന്തായി എന്ന് ചോദിച്ചിട്ട്. അല്ല, അളിയൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിക്കണം നല്ലത്. നല്ലത്. ഞാൻ അവിടെ ചെല്ലട്ടെ. ശരി, കിടക്കട്ടെ. എന്തപ്പോ ഇത് ഇന്ന് നടക്കുവോ? ഞാനൊന്ന് നോക്കട്ടെ എന്റെ പങ്കിയാമ്മ. നോക്കട്ടെ എന്ന് പറഞ്ഞ നേരത്ര ഇത് ഇഷ്ടം. എന്റെ ഇടയിൽ ജാഥയ്ക്ക് പോകണ്ട. അതേ, വളരെ അത്യാവശ്യമുള്ള കാര്യം. എനിക്ക് 100 കൂട്ടം കാര്യം. ഇപ്പൊ ഫോൺ വന്നു. പോണം, ഇറങ്ങണം പറയ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താ പിടിക്ക, നോക്കങ്ങോട്ട്. എനിക്കറിയിച്ച് ഞാൻ എടുക്കില്ല കുട്ടിയെ. എന്നാ പിന്നെ അവിടെ മിണ്ടാന്നിട്ടിരുന്നൂടെ? അതെ, ഓൺലൈനിൽ വീട് നോക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നും അല്ല. പറഞ്ഞേക്കാം, ഞാൻ നോക്കുന്നിട വരെ അവിടെ അടങ്ങിയിരുന്നോ? ചൂഷണം ചെയ്യാണ് ആൾക്കാർ. പങ്കിയാമ്മ, നീ നോക്കിട്ട് കാണിച്ചാ മതി. ഒന്നും പറയാല്ലേ ഇപ്പൊ ഇതില്. പങ്കിയാമ്മ, ഒന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ? അതെവിടെയാ? കാക്കനാടാ, 15,000 രൂപയ്ക്ക്. കാക്കനാടൊന്നും ശരിയാവില്ല കുട്ടിയാ. ഒന്നും സാറാമ്മ മേഡത്തിന് പറ്റില്ല. ദൂരം എത്രയാ അത്? മേഡം അങ്ങനെ പറഞ്ഞു അത്രയും ദൂരം പറ്റൂലെന്ന്. എനിക്കറിയാലോ, അത് നടക്കില്ല. അത് എന്നാ പിന്നെ വേറെ നോക്കാം. ഇത് പറ്റുമായിരിക്കും. തൃപ്പൂണിത്തറ. അത് കുഴപ്പമില്ല. അത് എത്രയാ പറയണേ? ഇതേ 2 മുറിയാ ഉള്ളത്. 12,000 രൂപയ്ക്ക്. അയ്യോ, ഒന്നും താങ്ങില്ല. അല്ല, അത്ര ഫണ്ടൊന്നും ഈ വാടക കൊടുക്കാനായിട്ട് പാർട്ടിയുടെ ഉണ്ടാവില്ല. എന്റെ പങ്കിയാമ്മ, ഏത് നോക്കിയാലും ഇത്രയൊക്കെ പൈസ ആവും. എന്തൊരു കഷ്ടത. സിംഗിൾ റൂമിന്റെ ഉണ്ടാവോ? അല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയിലെ വലിയ നേതാവല്ലേ, എന്നിട്ട് അവർക്ക് വേണ്ടി കുറച്ച് ഫണ്ടിറക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല? എന്റെ കുട്ടി, ഓരോ കാര്യങ്ങൾക്കൊരു നിശ്ചിത കണക്കൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവിടുന്ന് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അത് ഏറ്റെടുത്താൽ നമ്മുടെ നെഞ്ചെത്തിക്കാൻ വരും. നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. ഒന്നും നടക്കില്ല. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉണ്ടോ നോക്കട്ടെ. ഇതിപ്പോ ചെന്ന് അന്വേഷിച്ച് നോക്കുക നല്ലത്. ഇങ്ങനെ തരാനായിട്ട് ഇത്ര സമയം ഇപ്പൊ ഇതിന് പോകും. എന്നാ പിന്നെ അല്ല, നോക്ക്. നീ നോക്ക്. ഇതിപ്പോ നോക്കാൻ സമ്മതിക്കത്തുമില്ല. പങ്കിയാമ്മൻ ഓരോ കുറ്റമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ നോക്കിട്ട് കിട്ടണില്ലല്ലോ. അത് നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ? എന്റെ കുറ്റമാണോ?
ഇതിൽ കാണുന്ന പൈസക്കൊക്കെ നമ്മള് യെസ് പറഞ്ഞാൽ എന്താവും സ്ഥിതി? അങ്ങനൊക്കെ പറയേണ്ടി വരും വീട് വേണമെങ്കിലും. ഹായ്, ഇത് കൊള്ളാലോ. അതെ, എന്താ റേറ്റ്? 1200 രൂപ. 1200 രൂപ? എത്ര റൂമുണ്ട്? ഇത് റൂമല്ല, ചുരിദാറാ. താമസിക്കാൻ പറ്റുന്നതാ? അയ്യോ അല്ല, ഞാൻ നോക്കുന്ന കൂട്ടത്തിലേ നല്ലൊരു ചുരിദാർ കണ്ടതാ. ചുരിദാർ നോക്കാനാണല്ലോ പിരുത്തിയിട്ടുള്ളത്. കുട്ടി നിന്നോട് താമസിക്കാനുള്ള ഇതല്ലേ നോക്കാൻ പറഞ്ഞത്? അത് തന്നെയാ ഞാൻ നോക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒന്ന് വന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ചുരിദാർ കയറി വരുന്നത്? അതാ അമർത്തിയല്ലേ വരിക? ഞാൻ അമർത്തിയിട്ടൊന്നുമില്ല. എനിക്ക് എല്ലതും അറിയായിക്കൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ എനിക്കറിയാം. നീ അങ്ങനെ എന്നെ പറ്റിക്കല്ലേ? നീ അതിന്റെ ഇടയിൽ നിന്റെ ചുരിദാർ നോക്കിണ്ടാവും. ഞാൻ നോക്കിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ പൊട്ടനാക്ക. എന്താ ചൈന ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്റെ അമ്മേ, സാറാമ്മ മേഡത്തിന് വേണ്ടിട്ട് ഓൺലൈനായിട്ട് വാടക വീട് നോക്കിക്കൊണ്ടിരിക്കുക. ഓ, വീട്ടിലെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവന് ചെയ്യാൻ സമയമില്ല. ഇപ്പൊ സാറാമ്മയ്ക്ക് വാടക വീട് നോക്കുന്നതിന് എന്തൊരു ഉത്സാഹം. അതേ, നിങ്ങൾക്കൊന്നും ഇതിന്റെ സീരിയസ്നെസ് എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല. സാറാമ്മ മേഡത്തിന് ഒരു താമസ സൗകര്യം ഒപ്പിച്ചു കൊടുക്കാൻ എന്നോട് പാർട്ടി ഏൽപ്പിച്ചിട്ട് അതെനിക്ക് തരായിരാന്ന് കണ്ടാൽ പിന്നെ പാർട്ടിയിലുള്ള എന്റെ സ്ഥാനം എന്താ? എടാ, അതിന് പാർട്ടിയിൽ നീ മാത്രല്ലല്ലോ, വേറെ ആൾക്കാരില്ലേ. അവരോട് ആരോടെങ്കിലും വാടക വീട് നോക്കാൻ പറയ്. അന്നാ ഗംഭീരായി. എനിക്ക് പറ്റാത്തൊരു കാര്യം വേറെ ആൾ ഈസി ആയിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു എന്ന് കണ്ടാലേ പിന്നെ പാർട്ടി മീറ്റിംഗിൽ എന്റെ സ്ഥാനം വേദിയിലല്ല, സദസ്സിലാ. ഇത്രയും സീരിയസ് ആണ് ഒരു വാടക വീട് കണ്ടുപിടിക്കുന്ന കാര്യം? അതല്ല ഞാൻ പറയണത്, നിങ്ങക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്താന്ന് മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ ഞാൻ വേഗം കണ്ടുപിടിച്ചു തരാൻ പങ്കിയാമ്മ. അതുകൊണ്ട് ഇത് അറിയാത്ത കാരണമായിരിക്കും നീ ഇത് കണ്ടുപിടിക്കാഞ്ഞല്ലേ. നീ കണ്ടുപിടിച്ചത് മതി, നീ വേണ്ട. അപ്പൊ പിന്നെ വാടക വീടിന് എന്ത് ചെയ്യും? എടാ പങ്കിയെ, ഏതെങ്കിലും ബ്രോക്കർമാരെ ഏൽപ്പിച്ചൂടെ? അതൊക്കെ ഏൽപ്പിച്ചതാണ് ചേച്ചി, ഒന്നും നടപടിയാവാത്തോണ്ടല്ലേ. അപ്പൊ ഇനിയിപ്പോ വേറെന്തോ ഒരു വഴിയുള്ളത്? അതേ, സാറാമ്മ മേഡത്തിനെ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഇവിടെ ആണെങ്കിൽ ഇപ്പൊ 1-2 റൂം ഒഴിഞ്ഞു എടുക്കണ്ടല്ലോ. ഇവിടെ താമസിപ്പിക്കാനോ? പങ്കിയെ, വെറുതെ വേണ്ട. 5000 രൂപ പാർട്ടി ഫണ്ടെന്ന് ഈ കാര്യത്തിനായിട്ടുണ്ട്. അത് പ്രതിമാസം കൃത്യമായിട്ട് ചേച്ചിയുടെ കയ്യിൽ ഞാൻ അങ്ങോട്ട് തരും. നടക്കില്ല പങ്കിയെ. സാറാമ്മയുടെ കയ്യിൽ നിന്നേ വാടക മേടിച്ചിട്ട് വേണ്ട കൊട്ടപ്പാട് തറവാട് കഴിയാനായിട്ട്. ഇത് അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ലാന്ന്. അവർക്കൊരു താമസ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കുറെ അലഞ്ഞു നടന്നില്ല. അവസാനം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അത് വേണ്ടാന്നാ ഞാൻ പറയണത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചൂടെ? ഇവിടെ എവിടെ ഗസ്റ്റ് ഹൗസ്? ഇല്ലെങ്കിൽ പാർട്ടിയോട് പറയാം ഒന്ന് ഉണ്ടാക്കാൻ. ഇതുപോലെ വരുന്നവർക്ക് നിൽക്കാൻ കൊടുക്കാലോ. ഉണ്ടാക്കിക്കോളാം. അതിനായിട്ട് നല്ലത് തന്നെയാ. അതന്നെ നല്ലത്. ഓ, ഒരു ഭയം കൊണ്ടുവന്നിരിക്കുന്നു. എന്തെന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം. പങ്കിയാമ്മ പറഞ്ഞത് നല്ലൊരു സ്കീമായിരുന്നു അല്ലേ? 2 റൂം ഇപ്പൊ ഇവിടെ വെറുതെ കിടക്കുക. 5000 റുപ്യ കയ്യിലേക്ക് അങ്ങോട്ട് കിട്ടും. പക്ഷെ അമ്മയ്ക്കത് വേണ്ടാന്ന്. അതാ അഹങ്കാരം, അല്ലാണ്ടെന്താ? ഇല്ല, കുട്ടിൽ പാട്ട അമ്മയല്ലേ. മനുഷ്യന്മാർക്ക് ബുദ്ധി വേണം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹായ്, മഞ്ഞ ചുരിദാർ. അല്ല ചേച്ചി, ഈ പങ്കിയാമ്മനെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ട് എന്തോരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. എന്നിട്ട് പങ്കിയാമ്മന് ഒരു ആവശ്യം വരുമ്പോ അമ്മ സമ്മതിച്ചു കൊടുക്കണ്ടേ ചോദിക്കുമ്പോ? എടി, പങ്കിയാമ്മന് 5000 രൂപ കൊടുക്കാന്നല്ലേ പറഞ്ഞത്. 5000 രൂപ എന്താ വെറുതെ ഉണ്ടാവോ? ആ പുണ്യേട്ടന് എത്ര ദിവസം പാല് കിട്ടിയാലും 5000 രൂപ കിട്ടണേന്ന് അറിയാമോ? ഇതൊക്കെ ആരോടായി പറയുന്നേ? നമ്മുടെ അമ്മേ ചില സമയത്ത് മണ്ടിയ. ഇത് മണ്ടേ കൊണ്ടൊന്നുമല്ല, സാറാമ്മ മേടത്തുള്ള ദേഷ്യം കൊണ്ട് അമ്മ ഇങ്ങനൊക്കെ ചെയ്യുന്ന ഇപ്പൊ. കൊറേ പുണ്യേട്ടൻ പറഞ്ഞ എനിക്ക് അറിയാം. ആ പുണ്യേട്ടൻ എന്തറിയാന്ന്? അറിയുന്നത് മൊത്തേ എനിക്കാ. അന്നിവിടെ മാഡം താമസിക്കാൻ വന്നപ്പോഴേ മാഡത്തിന് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം ഞാനായിരുന്നു. ഞാനും കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മാഡം വന്ന പോലെ തന്നെ ഇറങ്ങിപ്പോയേനെ. എന്നാലും ഈ 5000 രൂപ വെറുതെ കളയണേ എന്തിനാന്നാ? പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി, അമ്മ സമ്മതിക്കണ്ടേ? അതാണ്. അതെ, എന്താ രണ്ടാളും കൂടി പരദൂഷണം പറഞ്ഞു നിൽക്കണേ? എന്റെ അപ്പുണ്ണിയുടെ സാറമ്മ മേഡത്തിന്റെ കാര്യം പറയായിരുന്നു. പരദൂഷണം തന്നെയാണല്ലോ. എന്താ പുതിയ വിശേഷം സാറാമ്മ മേഡത്തിന്റെ? അതെ, സാറാമ്മ മേഡം വാടകയ്ക്ക് ഇവിടെ ഒരു മുറി ചോദിച്ചിട്ട് അമ്മ കൊടുക്കണില്ല. ഇവിടെ മുറി വാടകയ്ക്ക് വെച്ചോ? എന്താ അമ്മ കൊടുക്കാത്തെ? എന്താ കൊടുക്കാത്തേന്ന്? ഇവിടെ എത്ര മുറി ഇരിക്കണ്ടേ? ഏതെങ്കിലും ഒന്ന് കൊടുത്തൂടെ?
ഇതുപോലെ അപ്പുണ്ണിയുടെ അമ്മയുടെ അടുത്ത് പോയെന്ന് ചോദിക്കാമോ? എന്താ ചോദിച്ചാല്? ചോദിക്കോ? ആ ഞാൻ ചോദിക്കും. അപ്പുണ്ണിയോടും ചോദിക്കോ? എനിക്ക് ധൈര്യമുണ്ട്. അമ്മ വിളി. പക്ഷെ അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ആ അമ്മയുടെ ഭാഗ്യം. അമ്മ എവിടെ പോയേ? അമ്മേ അയൽക്കൂട്ടത്തിന് വനജേച്ചിയുടെ വീട്ടിൽ പോയിരിക്ക. എന്തോ കണക്ക് അവതരിപ്പിക്കലൊക്കെ ഉണ്ട്. വരട്ടെ, വന്നിട്ട് ചോദിക്കാം. അപ്പുണ്ണേട്ടാ, അമ്മയുടെ പോക്കൊക്കെ ഒന്ന് കാണണായിരുന്നു. എന്തേ? ധനകാര്യ വകുപ്പ് മന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ പോണ പോലെ രജിസ്റ്റർ ബുക്ക് എടുത്തു പോയത്. അയൽക്കൂട്ടത്തിനെ കണക്ക് അവതരിപ്പിക്കാനോ? കേക്കണ്ട. അതെ, ശരിക്കും സാറാ മാഡത്തിന് റൂം കൊടുക്കായിരുന്നു അല്ലേ? അമ്മ എന്തിനെങ്ങനെ വാശി പിടിക്കണേ? അതെ, അമ്മ വരുമ്പോ ഒന്ന് പറഞ്ഞേക്ക്, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടെന്ന്. ഓ ആയിക്കോട്ടെ. ഞാനൊന്ന് അങ്ങാടിയിലേക്ക് പോവാണ്. എനിക്ക് കുറച്ച് പിണ്ണാക്ക് മേടിക്കാണ്ട്. വേറെ എന്തെങ്കിലും മേടിക്കണോ? അവിടെ ഡയപ്പർ. ഡയപ്പർ തീർന്നോ? ഇതെന്താ നീ തിന്നാണോ അത്? അപ്പുണ്ണിയുടെ ദേഷ്യം വരും കേട്ടോ. അല്ല, വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടില്ല, അതുകൊണ്ട് ചോദിക്കണതാ. അതിനത്ര ചെലവുണ്ട്. ആരാണ് ഡയപ്പറൊക്കെ കണ്ടുപിടിച്ചാവോ? പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നോ? 2 വെള്ളത്തുണി കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ളത്. അത് പണ്ടത്തെ കുട്ടികള്. പുതിയ കുട്ടികൾ ആ രീതിക്ക് ജീവിക്കണം. കാശും വേണം. അതാ ഞാൻ വാങ്ങിക്കാം. ഞാൻ പോയിട്ട് വരാട്ടോ. ഓ, അമ്മ വരുമ്പോ അത് പറയണം. പറയാന്ന്. ആ പറഞ്ഞേക്ക്. ഇനി അമ്മ വരുമ്പോ ഇതും പറഞ്ഞ അപ്പുണ്ണിയുടെ വഴക്കുണ്ടാക്കോ? പിന്നെ അമ്മയെ കണ്ടാ മുട്ടിടിക്കുന്ന ആളാ. ചോദിക്കാൻ വേണമെന്ന് പോ ചേച്ചി. നീ അങ്ങനെ പറയാനൊന്നും വേണ്ട. ചില സമയത്തൊക്കെ അപ്പുണ്ണിയാണ് നല്ല ധൈര്യ. ഇപ്പോഴും ആ ധൈര്യം കണ്ടാ മതി.